ഞാൻ നിങ്ങളുടെ ഷീബ മേരി. അന്നാസ് ഹോം ഗാർഡൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നിപ്പോൾ നമ്മുടെ ബിഗോണിയയുടെ ഒരു മദർ പ്ലാന്റിൻ്റെ കളക്ഷൻസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഏറ്റവും പുതിയ കളക്ഷൻസാണ് നമ്മളിന്നിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ട്വിസ്റ്റഡ് വെറൈറ്റിയും അതുപോലെ തന്നെ മറ്റുള്ള പുതിയ വെറൈറ്റീസും എല്ലാ റെക്സ് ബിഗോണിയകളും നമ്മൾ മദർ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ബിഗോണിയ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, പെട്ടെന്ന് ചീത്തയായി പോകുന്നെന്ന്. അത് കുറച്ച് കെയറിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ് ചീത്തയായി പോകുന്നത്. ഒന്ന് കാലാവസ്ഥ പ്രശ്നം തന്നെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പോട്ടിംഗ് മിശ്രിതത്തിൽ എപ്പോഴും നമ്മൾ മണ്ണും മണലും മിക്സ് ചെയ്തിട്ട് നടുക. ചാണകപ്പൊടി പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. നമുക്ക് വളമായിട്ട് ചാണകപ്പൊടി വെള്ളത്തിൽ കലക്കി കൊടുക്കാവുന്നതാണ്, അതിൻ്റെ തെളിനീര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മണൽ ആണെന്നുണ്ടെങ്കിൽ ബിഗോണിയ ചെടി നന്നായിട്ട് വളർന്നു വരും. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് അതിൽ എപ്പോഴും ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സാഫ് നന്നായിട്ട്, ഇലകരിച്ചിലൊക്കെ ഉള്ളതുകൊണ്ട് സാഫ് നന്നായിട്ട് തളിച്ചു കൊടുക്കാം. അതിൻ്റെ ചുവട്ടിലും ലീഫിലും എല്ലാം ആയിട്ട് സാഫ് തളിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒച്ചിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുമ്മായം വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ തെളിനീര് ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ആ മുകൾ ഭാഗത്തെ മണ്ണിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒച്ചിൻ്റെയൊക്കെ ശല്യങ്ങൾ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ നല്ല മൂപ്പത്തിയ ഇലകൾ നമുക്ക് ഈ മദർ പ്ലാന്റിൻ്റെ ചുവട്ടിൽ തന്നെ കുത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു തണലിലിരുന്ന് പെട്ടെന്ന് തന്നെ കിളിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ നല്ല ബുഷായിട്ട് നിൽക്കാൻ ഒരേ ചെടി തന്നെ ഒരു ചട്ടിയിൽ 1-2 ചെടി വെച്ച് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിക്കായിട്ട് ചെടി നന്നായിട്ട് വളർന്നു വരും. പിന്നെ ബിഗോണിയയിൽ നമ്മളിത് റെക്സ് ബിഗോണിയ ആയതുകൊണ്ട് തന്നെ അതിൽ വരുന്ന പൂക്കളെല്ലാം നമുക്ക് അപ്പോൾ തന്നെ അത് കിള്ളിക്കളയണം. എന്നാൽ മാത്രമേ ചെടി നല്ല ബുഷായിട്ട് വളർന്നു വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കാണിച്ചേക്കുന്ന പുതിയ വെറൈറ്റികളുടെ എല്ലാം തൈകൾ നമുക്ക് അവൈലബിളാണ്. ഒട്ടുമിക്കതും തന്നെ അവൈലബിളാണ്. നിങ്ങൾക്ക് പുതിയതും പഴയതുമായിട്ടുള്ള എല്ലാ വെറൈറ്റീസും വേണമെന്നുള്ളവർ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ നടുന്നതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും പിന്നെ കൊറിയറിൽ മേടിച്ച ചെടികൾ എങ്ങനെ നടാം എന്നുള്ളതൊക്കെ സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാ പുതിയ വെറൈറ്റീസും നിങ്ങൾ വീഡിയോ കാണുന്നില്ലേ, 2 ഡബിൾ സൈഡിൽ നിന്ന് ട്വിസ്റ്റഡ് ആയിട്ടുള്ളതും 1 സൈഡിൽ നിന്ന് ട്വിസ്റ്റഡ് ആയിട്ടുള്ളതും എല്ലാ വെറൈറ്റീസും നമുക്കിപ്പോൾ അവൈലബിളാണ്. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ബിഗോണിയ പ്ലാന്റ് മേടിക്കുന്നവർക്ക് വെള്ള നക്ഷത്രമുല്ലയുടെ സീഡുകൾ കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചെടിയാണ് വെള്ള നക്ഷത്രമുല്ല. അപ്പോൾ അതിൻ്റെ സീഡുകൾ നമുക്ക് കുറച്ചധികം ഉള്ളതുകൊണ്ട് ആ സീഡുകളും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോ ചെടി പിടിപ്പിക്കാനുള്ള സീഡ് വീതവും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് വള്ളിച്ചെടിയായിട്ട് പടർന്ന് നിറയെ വെള്ള പൂക്കൾ പിടിക്കുന്ന ചെടിയാണ്. അപ്പോൾ നമുക്ക് കണ്ടോ, ഫയർ വർക്ക്സൊക്കെ കണ്ടോ, ഈ ഒരു കാലാവസ്ഥയിൽ ഇനി നല്ല കുറച്ച് കളർ കയറി വരുന്ന കാലാവസ്ഥയാണ്. അപ്പോൾ ഇതിലേത് ചെടി വേണമെന്നുണ്ടെങ്കിലും പുതിയ വെറൈറ്റീസ് ഇപ്പോൾ കൊടുക്കാനുള്ള വെറൈറ്റീസിൻ്റെയൊക്കെ പിക്ചർ പേഴ്സണലി വന്ന് വാട്സാപ്പിൽ ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ള എല്ലാ വെറൈറ്റീസിൻ്റെയും പിക്ചറുകൾ നമുക്കിട്ട് തരും. അതേ കണക്ക് തുടക്കക്കാർക്ക് വളർത്തി തുടങ്ങാവുന്ന വെറൈറ്റീസ്, അതായത് ഒരു 2-3 പ്ലാന്റുകൾ മേടിച്ച് വളർത്തി തുടങ്ങാവുന്ന വെറൈറ്റീസ് വരെ നമുക്കിപ്പോൾ സ്റ്റോക്കുണ്ട്. ഏകദേശം ഒരു 300-ലധികം വെറൈറ്റികളുണ്ട്. ആവശ്യക്കാർ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാൻ മറക്കണ്ട.